നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ ബനാർഘട്ടയിൽ. അന്വേഷണം കർണാടക CID ഏറ്റെടുത്തു. ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്നും മുരളീധരൻ. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത് ബജറ്റ് നാളെ. ആദായ നികുതിയിലടക്കം പുതിയ പരിഷ്കാരങ്ങൾ വരുമോ എന്ന് ഉറ്റുനോക്കി രാജ്യം. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിന് സമീപം KSRTC ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. അരമണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മാളാകുഴൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പട്ടേപ്പാടം സ്വദേശി കുട്ടഞ്ചിറപ്പറമ്പിൽ ബീരാനാണ് പരിക്കേറ്റത്. സ്വർണ്ണവിലയിൽ വന്നിടിവ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയും ഗ്രാമിന് 790 രൂപ കുറഞ്ഞ് 14,720 രൂപയുമായി. അന്താരാഷ്ട്ര നാടകോത്സവം തൃശൂരിൽ തുടരുന്നു. നാടകോത്സവം നാളെ സമാപിക്കും. ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം. മദ്യപാനം, രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രവർത്തികൾ ഇവിടെ സ്ഥിരം സംഭവമായി മാറി. സംസ്ഥാനത്ത് സ്കൂളുകളിലെ പഠനഭാരം കുറയ്ക്കാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. 10ാം ക്ലാസ്സിൽ സിലബസ് കൂടുതലാണെന്ന കുട്ടികൾക്ക് പരാതിയുണ്ടെന്നും അടുത്ത വർഷം സിലബസ് 25% കുറയ്ക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. AISF തൃശൂർ ജില്ലാ പ്രവർത്തക യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ ബഡ്സ് കലോത്സവം തൃശൂരിൽ നടന്നു. കലോത്സവം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം നാളെ ആഘോഷിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി കിഴക്കൂട്ട് അനിയന്മാരാർ, കലാമണ്ഡലം ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ശതപഞ്ചാരി ആൽത്തറമേളം നടക്കും. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കടപ്പുറത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാര പുതിയ റോഡ് ബീച്ച് സ്വദേശി മുല്ലോത്ത് റോബർട്ടിന്റെ മകൻ ജോഫിയാണ് മരിച്ചത്. കുന്നംകുളം കാവിലക്കാട് ദേവി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് കക്കാട് രാജപ്പന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവർക്ക് പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊണ്ടാഴി യൂണിറ്റ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് T. വസന്തകുമാരി അധ്യക്ഷയായിരുന്നു. കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ 800 ദിവസം പിന്നിട്ടു. P. രാമൻകുട്ടി പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ സിന്ധു തൈക്കാട് ഉദ്ഘാടനം ചെയ്തു. KM മാണിയുടെ 93ാമത് ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാരുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈശ്വരത്ത് നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. മലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ അമ്പുതിരുനാളിനോട് മുന്നോടിയായി തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ കാർമ്മികത്വം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര തൃത്താലയിൽ നടന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ, പെരുവന്നം ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നു. മാള മേലടൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ പ്രതി പിടിയിലായതായി സൂചന. കരാട്ടെ പരിശീലകനായ വലിയപറമ്പ് സ്വദേശിയാണ് പിടിയിലായത്. കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. 2003 മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിന്റെ 8.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചിരുന്നത്. പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ 1 ഏക്കർ കതിരിട്ട നെൽകൃഷി പൂർണ്ണമായും നശിച്ചു.
മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന P. ബൽറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴനാടൻ MLA-ക്ക് ഗുരുവായൂരിൽ മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ പുരസ്കാരം സമ്മാനിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് എന്നിവരെ ആദരിച്ചു. അയ്യന്തോൾ കോസ്റ്റ് ഫുഡിൽ നടന്ന ആദരവ് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് BJP സർക്കാരിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തി. അരിമ്പൂരിൽ നടന്ന ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് നേത്രരോഗ വിഭാഗം ആരംഭിച്ച ഗിഫ്റ്റ് ഗ്ലാസ് പദ്ധതിയിലൂടെ കണ്ണടകൾ വിതരണം ചെയ്തു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര വിതരണോദ്ഘാടനം നിർവഹിച്ചു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനത്തിന് ശ്രീനാരായണപുരത്ത് നടന്നു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെയും ഒയിസ്ക ഇന്റർനാഷണലിന്റെയും ആഭിമുഖ്യത്തിൽ നെല്ലിക്ക പാനീയങ്ങൾ വിപണിയിലെത്തിച്ചതിന് 15ാം വാർഷികം തൃശൂരിൽ സംഘടിപ്പിച്ചു. വാർഷികാഘോഷം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട വനിതകൾക്കായുള്ള യോഗ പരിശീലനം പ്രോജക്ട് സമാപിച്ചു. അന്തിക്കാട് KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന പരിശീലന പരിപാടികളുടെ സമാപനം പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് സെന്ററിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ രഘുനാഥൻ സാവിത്രി ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ദുരവസ്ഥയിൽ കഴിയുന്ന അരിമ്പൂർ നാലാങ്കലിലെ വാടക വീട്ടിൽ താമസിക്കുന്ന കാരേപ്പറമ്പിൽ ജയയുടെ വീട് മുരളി പെരുന്നെല്ലി MLA സന്ദർശിച്ചു. 9 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ജയയുടെ മകനെ ഗൾഫിൽ വെച്ച് കാണാതായിട്ട് 3 വർഷത്തിലധികമായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം യൂണിയൻ പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി CD വിൽസൺ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം ആദരിച്ചു. പകൽ വീട്ടിൽ നടന്ന സമാധാന സദസ്സ് റിട്ടയർഡ് SP RK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.